ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമ്മളുടെ ഇന്ത്യയുടെ സ്വന്തം DRDO വികസിപ്പിച്ച ബേബി ബ്രഹ്മോസ് എന്നറിയപ്പെടുന്ന പിനാക റോക്കറ്റ് സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് ഇത് വളരെ പ്രഹരശേഷിയുള്ള പ്രിസിഷൻ സ്ട്രൈക്ക് കേപ്പബിലിറ്റിയുള്ള ഒരു റോക്കറ്റ് സിസ്റ്റമാണ്. നമ്മൾ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്താണ്. നമ്മൾ തദ്ദേശീയമായിട്ട് റോക്കറ്റിൻ്റെയും മിസൈലിൻ്റെയും ഒക്കെ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിച്ച അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് സിസ്റ്റം നിർമ്മിക്കുവാൻ ശേഷിയുള്ള ലോകത്തിലെ തന്നെ വളരെ ചുരുക്കം അമേരിക്ക, റഷ്യ, ചൈന ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ എത്തിച്ചേർന്ന ഒരു രാജ്യമാണ്. അഗ്നി പോലത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വരെ നിർമ്മിച്ച് നമ്മളുടെ എന്താണ് പറയുന്നത് ആ ഒരു പ്രാഗൽഭ്യം തെളിയിച്ച ഒരു രാജ്യമാണ്. അപ്പം അങ്ങനെയുള്ള നമ്മളുടെ DRDO ഇപ്പോൾ വളരെ ചിലവ് കുറച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ഇപ്പം ചൈനയുടെ മോഡൽ മാതിരിയല്ല നമ്മൾ വളരെ കൃത്യമായിട്ട് സാങ്കേതിക മികവോടുകൂടിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നിർമ്മിക്കുന്നത്. പക്ഷേ കോസ്റ്റ് നമുക്ക് വളരെ കുറച്ച് മറ്റുള്ള ലോകത്തുള്ള ഇപ്പം ഡിഫൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റ് മേഖലകളിലും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഈ പിനാക റോക്കറ്റ് സിസ്റ്റം അതായത് ഒരു ഹൈടെക് ഡിഫൻസ് എക്യുപ്മെന്റ് ആണ്. ഇന്റർനാഷണലി ഇതേ ഫീച്ചേഴ്സ് ഉള്ള മറ്റ് റോക്കറ്റ് സിസ്റ്റത്തിനൊക്കെ ഉള്ള ചിലവിനേക്കാളിലും അതിൻ്റെ ഒരു ഫ്രാക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പകുതിയുടെ പകുതി. ഇപ്പോൾ അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിൽ നിന്നും ഇതുപോലൊരു റോക്കറ്റ് സിസ്റ്റം കമ്പയർ ചെയ്യാൻ പറ്റുന്ന റോക്കറ്റ് സിസ്റ്റത്തിന് ഏകദേശം 20 കോടി രൂപ ചിലവാകുമെങ്കിൽ, അല്ലെങ്കിൽ അതിനെ കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ റോക്കറ്റ് സിസ്റ്റത്തിന് ഏകദേശം 2.3 കോടി രൂപയോളം ഒരു യൂണിറ്റിന്, ഒരു റോക്കറ്റ് സിസ്റ്റത്തിന് ആകത്തുള്ളൂ. അപ്പം അങ്ങനെ ചിലവ് കുറച്ച് വളരെ മെച്ചപ്പെട്ട സാങ്കേതിക വിദ്യ കൂടി നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു റോക്കറ്റ് സിസ്റ്റമാണ് എന്ന് പറഞ്ഞാൽ. ഇതിനകത്തിലെ പ്രത്യേകത ഇത് പറയാൻ കാരണം പറഞ്ഞാൽ, ഇതിപ്പോൾ ഫ്രാൻസ് നമ്മുടെ ഈ പറഞ്ഞ റോക്കറ്റ് സിസ്റ്റം വാങ്ങിക്കുവാൻ അവർ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഡീലൊന്നും ഫൈനലൈസ് ആയിട്ടില്ല. പക്ഷേ നേരത്തെ നമ്മൾ ഇത് എയർപോർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രാൻസ് ഈ പറഞ്ഞ റോക്കറ്റ് സിസ്റ്റം മേടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ കൈവശം ഇപ്പോൾ ഉള്ള ഒരു പിന്നെ അമേരിക്കയുടെ US M20 M270 ലാൻസ് റോക്കറ്റ് സിസ്റ്റം ഉണ്ട്. അത് 2027 ആകുമ്പോഴത്തേക്ക് അവർ റീപ്ലേസ് ചെയ്യേണ്ടത്, ഡീകമ്മീഷൻ ചെയ്യേണ്ടി വരും അവർക്ക് വന്നാലും. അപ്പോൾ അതിന് പകരമായിട്ട് അവർ ഈ പറഞ്ഞ പിനാക റോക്കറ്റ് സിസ്റ്റം വാങ്ങിക്കുവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മളിപ്പോൾ അടുത്ത സമയത്ത് ഫ്രാൻസുമായിട്ട് 114 റഫേൽ ഫൈറ്റർ ജെറ്റ് 3.25 ലക്ഷം കോടി രൂപയ്ക്ക് മേടിക്കുവാനുള്ള ഏകദേശം അതിൻ്റെ ഫൈനൽ ഡീലിലേക്കൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പിനാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഹൈലി കേപ്പബിൾ ആണ്. വളരെ പ്രിസിഷൻ സ്ട്രൈക്കിനും ഒക്കെ തന്നെ ഉപകാരപ്രദമായിട്ടുള്ളൊരു റോക്കറ്റ് സിസ്റ്റമാണ്. അഫോർഡബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഇതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഈ റോക്കറ്റ് സിസ്റ്റത്തിൻ്റെ ഡീലിനെ കുറിച്ച് ഹൈ ലെവൽ ടോക്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോസ്റ്റ് അഡ്വാൻറ്റേജും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും. അതുകൊണ്ട് ലോകത്തിലെ ഫ്രാൻസുള്ള മറ്റു പല രാജ്യങ്ങളും തന്നെ ഈ പറഞ്ഞ റോക്കറ്റ് സിസ്റ്റം അക്വയർ ചെയ്യാൻ വേണ്ടി, ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കുവാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ റഫേൽ ഫൈറ്റർ ജെറ്റ് ഇന്ത്യ ഡീലാണ്. കാരണം പരസ്പരം ഇപ്പം ഇന്ത്യ ഒരു ഡിഫൻസ് മാനുഫാക്ചറിങ്ങിലൊക്കെ വളരെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യമായുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള വെപ്പൺ സിസ്റ്റംസും അല്ലെങ്കിൽ ഇതുപോലുള്ള എന്താണ് പറയുന്നത് സൈനികമായിട്ടുള്ള ആയുധങ്ങളും ഒക്കെ തന്നെ നമുക്ക് പല രാജ്യങ്ങൾക്കും കൊടുക്കുവാൻ സാധിക്കുന്നുണ്ട്. അർമീനിയ, വിയറ്റ്നാം, ഫിലിപ്പീൻസ് ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കുന്ന രാജ്യങ്ങളാണ്. പിന്നെ മറ്റു പല രാജ്യങ്ങളൊക്കെ തന്നെ UAE, ഇന്തോനേഷ്യ, അങ്ങനെ പല രാജ്യങ്ങളും ഈ പറഞ്ഞ് നമ്മൾ ഇതുപോലുള്ള അഡ്വാൻസ് പ്ലാറ്റ്ഫോംസ് ഒക്കെ തന്നെ വാങ്ങിക്കുവാൻ ഒരുപക്ഷെ സമീപഭാവിയിൽ അതെല്ലാം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം പിനാക റോക്കറ്റ് സിസ്റ്റമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത് പറഞ്ഞാൽ. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ നമ്മൾ പറഞ്ഞു പ്രിസിഷൻ സ്ട്രൈക്ക് കേപ്പബിലിറ്റിയാണ്. വളരെ ഒരു ഷോർട്ട് റേഞ്ചിലുള്ള ഒരു ലിമിറ്റഡ് ആയിട്ടുള്ളൊരു ടാർഗറ്റിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളതാണ്. ഇത് DRDO ശരിക്കും പറഞ്ഞാൽ എയർലോഞ്ച് വേർഷനായിട്ടാണ് ഇത് എയർലോഞ്ച് വേർഷൻ ഇതിൻ്റെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. എയർ ടു സർഫസ് വെപ്പൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും
ഫൈറ്റർ എയർക്രാഫ്റ്റിൽ നിന്നും ഫയർ ചെയ്യുന്നതായിരിക്കുന്നതാണല്ലോ. അപ്പോൾ അത് ബ്രഹ്മോസിനെ പോലെ തന്നെ ഏഹ്, ബ്രഹ്മോസിൻ്റെ അത്രയും തന്നെ, ഇപ്പോൾ ബ്രഹ്മോസ് ഇതിനേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിസൈൽ സിസ്റ്റമാണ്. പക്ഷേ ഈ ബ്രഹ്മോസിനെ പോലെ തന്നെ കുറഞ്ഞ ചെലവിൽ, എന്നാൽ ഗുണമോ മെച്ചം വിലയോ തുച്ഛം എന്ന് പറയുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു റോക്കറ്റ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റമാണ് ഈ പറഞ്ഞ പിനാക റോക്കറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞാൽ ആർമിക്ക് വേണ്ടിയാണ് നിർമ്മിച്ചതെന്ന് പറഞ്ഞു, പക്ഷേ ഇത് ഫൈറ്റർ ജെറ്റ്സ് ആണ്. ഫൈറ്റർ ജെറ്റ്സിന് വേണ്ടി, കാരണം ഇത് എയർ ടു സർഫസ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഫൈറ്റർ ജെറ്റ്സിലാക്കി ഇത് നമ്മൾ ഫിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതല്ല. എയർ ലോഞ്ച് പിനാക ഇത് ഫൈറ്റർ ജെറ്റ്സിന് പെട്ടെന്ന് ഫൈറ്റർ ജെറ്റ്സിൽ നമുക്ക് ഘടിപ്പിക്കാൻ വേണ്ടി അത് ഇതിനെ ഉപയോഗിക്കാൻ പരുവത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം 4.8 മീറ്ററുള്ള ഇതിൻ്റെ ലെങ്ത് കുറച്ചിട്ടുണ്ട്. കാരണം ഫൈറ്റർ ജെറ്റിലെ പേലോഡിന് കം അത് ഏഹ്, അതിനോട് മാച്ച് ചെയ്ത് പോകത്തക്ക രീതിയിൽ വന്നിട്ട് അതിൻ്റെ പ്രൊപ്പൽഷൻ സിസ്റ്റം ഒക്കെ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബ്രഹ്മോസ് എന്നൊരു ബ്രഹ്മോസിന് ലോ ആൾട്ടിറ്റ്യൂഡിൽ ഫ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പിനാക റോക്കറ്റ് സിസ്റ്റത്തിന് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡ്, കാരണം ഫൈറ്റർ ജെറ്റ്സ് കൂടുതലും ഹൈ ആൾട്ടിറ്റ്യൂഡിലായിരിക്കുമല്ലോ അത് ഫങ്ഷൻ ചെയ്യുന്നത്. അതുകൊണ്ട് ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിന്നും ഗ്ലൈഡ് ചെയ്യാൻ ഇതിന് കഴിയും. അങ്ങനെയൊക്കെയുള്ള ടെക്നോളജിക്കലി അല്ലെങ്കിൽ ടെക്നിക്കലി ഇതിന് ഒത്തിരി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഉള്ള റോക്കറ്റ് സിസ്റ്റമാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സൂപ്പർസോണിക് അല്ലെങ്കിൽ ഹൈപ്പർസോണിക് സ്പീഡിലൊക്കെ ഇതിന് ട്രാവൽ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ മിഡ് ഫ്ലൈറ്റിൽ ഉള്ള ആ വഴിയെ തന്നെ ഇതിന് പിന്നെ അതിൻ്റെ പാത്ത് ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ എയറോഡൈനാമിക്സ് സർഫസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള. അപ്പോൾ അതുകൊണ്ട് എനിമി റഡാറിനോ അല്ലെങ്കിൽ എനിമി പിന്നെ നമ്മളെ എനിമീസിന് ഇത് ട്രാക്ക് ചെയ്യാനോ ഇന്റർസെപ്റ്റ് ചെയ്യാനൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും, കാരണം ഫ്രാൻസ് ഇത് മേടിക്കണമെങ്കിൽ അല്ലെങ്കിൽ മേടിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത്രയ്ക്ക് മികവുറ്റ ഒരു വെപ്പൺ സിസ്റ്റം അല്ലെങ്കിൽ വെപ്പൺ പ്ലാറ്റ്ഫോം ആയിരിക്കണമല്ലോ, തീർച്ചയാണല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ ഫ്രാൻസിനെ പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം ഇത് നമുക്ക് കാരണം അവർ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് നിർമ്മിക്കുന്ന ഇല്ലേ ലോകരാജ്യങ്ങളിൽ ഒന്നായതുകൊണ്ട് തീർച്ചയായിട്ടും തിരിച്ച് അവർ ഇതുപോലെ വെപ്പൺ സിസ്റ്റം ഏതെങ്കിലും രാജ്യത്ത് നിന്ന് മേടിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺ സിസ്റ്റം ആയിട്ടാണല്ലോ ഫ്രാൻസ് ഇത് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബ്രഹ്മോസിനെ നമുക്കറിയാം, ബ്രഹ്മോസ് ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ അത് പാകിസ്ഥാനോട് ചോദിച്ചാൽ മതി, നമ്മളെക്കാളും കൂടുതൽ പാകിസ്ഥാനാണ് ശരിക്കും ബ്രഹ്മോസ് എന്താണെന്ന് അറിയാൻ സാധിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലല്ലേ ഇതിനെ ബേബി ബ്രഹ്മോസ് എന്ന് വിളിക്കുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മോസ് ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ്. അതിന് ലാർജ് സ്കെയിൽ സ്ട്രൈക്കാണ് ശരിക്കും പറഞ്ഞാൽ അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എയർ ലോഞ്ച് പിനാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസിഷൻ ടാർഗറ്റിംഗ് ആണ് സ്മോൾ ഏരിയാസിൽ. ബ്രഹ്മോസ് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഹൈ വാല്യൂ ടാർഗറ്റ്സ് ഒക്കെ തന്നെ ആണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്കറിയാം ഒരു ന്യൂക്ലിയർ പാകിസ്ഥാൻ്റെ ഒരു ന്യൂക്ലിയർ റിയാക്ടർ അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫെസിലിറ്റി ഇതൊക്കെ ഞാൻ ബ്രഹ്മോസ് നെ കൊണ്ട് ചാമ്പാൻ സാധിക്കത്തുള്ളൂ. പിനാക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് വൈറ്റലായിട്ടുള്ളതല്ല, അത്രയ്ക്ക് ഒരു സ്മോൾ ഏരിയാസിലുള്ള സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ സ്ട്രൈക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പിനാക നമ്മൾ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഇതിനെ ബ്രഹ്മോസിനെ പോലെ തന്നെ മികവുള്ളതായിട്ടാണ് ഇതിനെ ബേബി ബ്രഹ്മോസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അനലിസ്റ്റ് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പ്രിസിഷൻ ഷോട്ട് ഗൺ ഷെൽ എന്നാണ്. ബ്രഹ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൂപ്പർസോണിക് സ്നൈപ്പർ റൈഫിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ ബ്രഹ്മോസ് ആണ് ബിഗ് ബ്രദർ, ഇത് സ്മോൾ ബ്രദർ, അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. രണ്ടും ലീതലാണ്, വളരെ മാരകമാണ്, വളരെ ഡേഞ്ചറസ് ആണ്. പക്ഷേ അവരുടെ സ്കെയിലിൽ മെഷറിൽ, കാരണം ഉണ്ടാക്കി വെക്കാൻ സാധിക്കുന്ന ആ ഒരു ഡാമേജ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ അവരുടെ ഈ ഏതാണ് ടാർഗറ്റ് അവരുടെ എന്നുള്ളത്. ബ്രഹ്മോസിന്റെ ടാർഗറ്റും പിനാകയുടെ ടാർഗറ്റും രണ്ടും രണ്ടാണ്. എന്നുവെച്ചാൽ ബ്രഹ്മോസ് വളരെ വൈറ്റലായിട്ടുള്ള ഇൻസ്റ്റലേഷൻ അല്ലെങ്കിൽ അസറ്റ്സ് അല്ലെങ്കിൽ എനിമിയുടെ അസറ്റ്സ് ഒക്കെ ആയിരിക്കും ബ്രഹ്മോസിനെ കൊണ്ട് ടാർഗറ്റ് ചെയ്യിപ്പിക്കുന്നത്. പിനാക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെറിയ ഏരിയയിൽ, അതുപോലെ തന്നെ ഈ ട്രാജക്ടറി വ്യത്യാസമാണ്. അതുപോലെ തന്നെ ഇതൊക്കെ പിന്നെ നിശ്ചയിച്ച നമ്മൾ കൈൻഡ് ഓഫ് ഡിസ്ട്രക്ഷൻ ഉണ്ടല്ലോ, എനിമീസിന് അല്ലെങ്കിൽ നമ്മുടെ ശത്രുവിന് നമുക്ക് ഉണ്ടാക്കി വെക്കേണ്ട ഡിസ്ട്രക്ഷൻ്റെ ആ സ്കെയിൽ വലിപ്പമൊക്കെ അനുസരിച്ച് ബ്രഹ്മോസും പിനാകയും തമ്മിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് ഉപയോഗിക്കും. കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുക എന്നുള്ളത് ബ്രഹ്മോസിനും അത്രയ്ക്ക് കൂടുതലല്ല, എന്നാൽ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ പ്രിസിഷൻ സ്ട്രൈക്ക് നടത്തുക എന്നുള്ളത് പിനാക മിസൈലിനും സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ബ്രഹ്മോസ് നമുക്കറിയാം മാക് 3 സ്പീഡിലാണ് അത് പിന്നെ
ടാർഗറ്റ്സിനെ ഹിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഹിറ്റ് ചെയ്യാൻ കഴിവുള്ളതെന്നാൽ അതിൻ്റെ ചില ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻ ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. റാംജെറ്റ് എൻജിൻ, പിന്നെ ഹൈ സ്പീഡ് യൂസിങ് അറ്റ്മോസ്ഫറിക് എയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എനിമിയുടെ വാർഷിപ്പ്, അതാണ് ഞാൻ പറഞ്ഞത്, ഹൈ വാല്യൂ ടാർഗറ്റ്സ് ആയിരിക്കും ബ്രഹ്മോസിന് നിശ്ചയിച്ചിട്ടുള്ളതല്ല. അവരുടെ കമാൻഡ് സെൻറ്റേഴ്സ്, ന്യൂക്ലിയർ ഫെസിലിറ്റീസ്, മനസ്സിലായല്ലോ. ഇപ്പോൾ എനിമിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ അതുപോലുള്ള കമാൻഡ് സെൻറ്ററൊക്കെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ബങ്കേഴ്സ് ഒക്കെ ഉണ്ടാകും. ഇതൊക്കെ തന്നെ ബ്രഹ്മോസിനെയാണ് ഏൽപ്പിക്കുന്നത്. പിനാക അതിലും കുറച്ച് ലോ അത്രയും ഹൈ വാല്യൂ ടാർഗറ്റ്സ് ആയിരിക്കത്തില്ല, അല്പം കൂടെ അതിന് പുറകെയുള്ള ടാർഗറ്റ്സ് അല്ലെങ്കിൽ അതിന് താഴെയുള്ള ടാർഗറ്റ്സ് ഒക്കെ ആയിരിക്കും പിനാകായ്ക്ക് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ബ്രഹ്മോസ് എന്ന് പറഞ്ഞാൽ ഈ ക്ലോസ് ടു ദ സീ അല്ലെങ്കിൽ ഗ്രൗണ്ട്, അതിന് ഫ്ലൈ ആൻഡ് ട്രാവൽ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എനിമി റഡാറിലോ അല്ലെങ്കിൽ എനിമിയുടെ ഈ പറഞ്ഞ ആ, കണ്ണ് വെട്ടിച്ച് നമുക്ക് അവർക്ക് നമ്മളെ ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല ബ്രഹ്മോസ് മിസൈലിന് എന്നുള്ളതാണ്. അപ്പോൾ അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉപയോഗിക്കുന്ന സൂപ്പർസോണിക് മിസൈൽ സിസ്റ്റമാണ് ബ്രഹ്മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് മിസൈൽ സിസ്റ്റം തമ്മിലുള്ളത്, ഒന്ന് ഒരു ബിഗ് ബ്രദറും മറ്റേത് പിന്നെ ഒന്ന് സീനിയറും ഒന്ന് ജൂനിയറും തമ്മിലുള്ള വ്യത്യാസം മാത്രമാണ്. പിനാക മിസൈൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഗൈഡഡ് സോളിഡ് ഫ്യൂവൽ മിസൈലാണ് ശരിക്കും പറഞ്ഞാൽ. അത് അതിൻ്റെ ലോഞ്ചിൽ എല്ലാ ഫ്യൂവലും, അതിനകത്തുള്ള എല്ലാ ഫ്യൂവലും അത് ബേൺ ചെയ്യും. അതിൻ്റെ ഏഹ്, ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി റാപ്പിഡായിട്ടുള്ള ആക്സലറേഷൻ, ഭയങ്കര സ്പീഡിൽ അത് അതിനകത്തിൽ ഫില്ല് ചെയ്തിരിക്കും. അതിൻ്റെ ഈ ഫ്യൂവൽ എന്താണ്, അത് മൊത്തം അത് യൂസ് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ചില ടെക്നിക്കലായിട്ടുള്ള സ്പെഷ്യാലിറ്റിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവില്ല. അത് പാരബോളിക് ട്രാജക്ടറി ഫോളോ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷേ അതിൻ്റെ വളരെ ഹൈ പ്രിസിഷനാണ്. സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ പ്രിസൈസ് ആണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അണുവിടെ മാറാനുള്ള സാധ്യതയില്ല പിനാക മിസൈൽ സിസ്റ്റത്തിന് എന്നാണ് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബ്രഹ്മോസിനെ പോലെ ലോ ഓൾട്ടിറ്റ്യൂഡിൽ ഇതിന് പോകാൻ പറ്റത്തില്ല. ബ്രഹ്മോസ് നമ്മൾ പറഞ്ഞ ക്ലോസ് ടു സീ, ക്ലോസ് ടു ഗ്രൗണ്ട്, അങ്ങനെ എനിമി റഡാർ അല്ലെങ്കിൽ എനിമിയുടെ ഇന്റർസെപ്ഷൻ നമുക്ക് ഒഴിവാക്കാൻ ബ്രഹ്മോസിന് കഴിയും. പക്ഷേ ഇത് ലോ ഓൾട്ടിറ്റ്യൂഡ് പറ്റത്തില്ല, ഹൈ ഓൾട്ടിറ്റ്യൂഡ്. കാരണം കൂടുതലും ഇത് എയർ ടു സർഫസ് മിസൈൽ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ ഫൈറ്റർ ജെറ്റ്സിൽ നിന്നായിരിക്കും ഇത് ഫയർ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ലോ ഓൾട്ടിറ്റ്യൂഡ് എന്നുള്ള ആ ഒരു ഫീച്ചർ ഇതിനില്ല. പക്ഷേ ഇത് എനിമിയുടെ ടാങ്ക്സ്, അതുപോലെ എയർഫീൽഡ്, ട്രൂപ്പ് ഫോർമേഷൻ, ഇതൊക്കെ തന്നെ ഹിറ്റ് ചെയ്യാൻ പിനാക വളരെ മിടുക്കനാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സിസ്റ്റത്തിൻ്റെയും കോസ്റ്റ് വ്യത്യാസമുണ്ട്. കാരണം ബ്രഹ്മോസിന് തീർച്ചയായിട്ടും കോസ്റ്റ് കൂടുതലായിരിക്കും. ഏകദേശം $4.5 മില്യൺ, 35 മുതൽ 40 കോടി രൂപ വില വരുമ്പോൾ പിനാകയ്ക്ക് 2.3 അല്ലെങ്കിൽ 2.5, മാക്സിമം 3 കോടി കൂട്ടിക്കും, മാക്സിമം 3 കോടി രൂപ. അപ്പോൾ അത്രയ്ക്കുള്ള ഈ ഫീച്ചേഴ്സിലുള്ള വ്യത്യാസമുണ്ട്. നമ്മൾ മുമ്പേ പറഞ്ഞ ബിഗ് ബ്രദറും സ്മോൾ ബ്രദറും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ സീനിയറും ജൂനിയറും തമ്മിലുള്ള വ്യത്യാസമല്ല. അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ പിന്നെ വിലക്കുറവാണ്. അതുപോലെ അത്രയ്ക്ക് മെച്ചപ്പെട്ട സാങ്കേതിക മികവും കണക്കിലെടുത്താണ് ഇന്റർനാഷണൽ ബയേഴ്സ്, പ്രത്യേകിച്ച് ഫ്രാൻസിനെ പോലുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് വാങ്ങിക്കാമെന്ന് ഉള്ള തീരുമാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഫ്രാൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ട് ഫ്രാൻസ് വാങ്ങിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു പരസ്പര ധാരണയുടെ ഭാഗമായിട്ടും, അതുപോലെ തന്നെ അവർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ M270 ലാൻസ് റോക്കറ്റ് സിസ്റ്റം 2027 ആകുമ്പോഴത്തേക്ക് അത് ഡീകമ്മീഷൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ തീരുകയാണ്, അവരുടെ സേനയിൽ നിന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാൻ അവരൊരു പക്ഷേ ഈ പിനാക റോക്കറ്റ് സിസ്റ്റം ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പിനാക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മറ്റൊട്ടനവധി നമുക്കറിയാം, അഗ്നി, പൃഥ്വി, നാഗ്, തൃശൂൽ, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പലതരത്തിലുള്ള റോക്കറ്റ് സിസ്റ്റവും മിസൈൽ സിസ്റ്റവും ഒക്കെ തന്നെ ഇന്ത്യ തദ്ദേശീയമായിട്ട് നമ്മൾ വികസിപ്പിച്ചു കഴിഞ്ഞു. നമ്മളിപ്പോഴും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട ഈ പറഞ്ഞ സെയിം പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു മേഖലയിലൊക്കെ ഇന്ത്യ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പിന്നെ എന്താണ് വളരെ സോറി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് നമ്മൾ നേടിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കോസ്റ്റ് ഇഫക്റ്റീവായിട്ടും അതുപോലെ തന്നെ ടെക്നോളജിക്കൽ സുപ്പീരിയോറിറ്റിയോടും കൂടെ ഇപ്പോൾ ചൈനയുടെ ചില പാട്ട് സാധനങ്ങൾ, അല്ലെങ്കിൽ ഈ പാകിസ്ഥാൻ്റെ കാര്യം നമ്മൾ അടുത്തേക്ക് കേട്ടില്ല. കാരണം പാകിസ്ഥാൻ പലർക്കും വിറ്റ സാധനങ്ങൾ യുക്രൈനും സൗദിക്കും പിന്നെ വേറെ ഏതാണ് ഒരു ആഫ്രിക്കൻ രാജ്യത്തിനൊക്കെ വിറ്റ സാധനങ്ങൾ വളരെ പഴകിയ പഴയ സാധനങ്ങളായിരുന്നു കൊടുത്തത്. അതൊന്നും കൃത്യമായിട്ട് അവർക്ക് അവരുടെ ഉപയോഗത്തിന്
സാധ്യമാക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ടുകൾ നമ്മൾ വന്നതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ നിർമ്മിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ വളരെ മെച്ചപ്പെട്ട സാധനങ്ങളാണ്. ഇപ്പം ഡിഫൻസിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ സ്പേസിൻ്റെ കാര്യത്തിലായാലും അല്ല മറ്റിതുപോലുള്ള പ്രധാനപ്പെട്ട തന്ത്രപരമായിട്ട് പ്രധാനപ്പെട്ട നമുക്ക് പറയാൻ കഴിയുന്ന എല്ലാ കാര്യത്തിലായാലും ഇപ്പം ടെക്നോളജി ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പല മേഖലകളിലും കൃത്യമായിട്ടുള്ള ചുവടുവയ്പ്പുകൾ നമ്മൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന ചൈനയ്ക്കൊപ്പം തന്നെ അല്ലെങ്കിൽ പല മേഖലകളിലും നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പാകിസ്ഥാനെ പോലെ രാജ്യമൊന്നും അതിൻ്റെ നമ്മുടെ പകുതിയുടെ പകുതി പോലും ഇതുവരെ അവർക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവർക്കുണ്ട് എന്ന് അവകാശപ്പെടുന്ന പല കാര്യങ്ങളും അവർ മറ്റ് പല രാജ്യങ്ങളുമായിട്ട് കൂട്ടുകൂടി അവരിൽ നിന്ന് ഏഹ്, ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ ഏഹ്, അവിടുത്തെ ഇപ്പം അവരുടെ ഈ J-17 എയർക്രാഫ്റ്റ് പാകിസ്ഥാൻ പല രാജ്യങ്ങൾക്കും ഇപ്പം വിൽക്കുന്നുണ്ടല്ലോ അവരുടെ പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നല്ലൊരു നമ്മൾ നേരത്തെ പല വീഡിയോയിൽ പറഞ്ഞാണ് അതിൻ്റെ നല്ല മേജർ പോർഷനും ചൈനയുടെ ഇലക്ട്രോണിക്സും ഏവിയോണിക്സും ടെക്നോളജിയും ഒക്കെ തന്നെയാണ്, റഷ്യയുടെ എഞ്ചിനും ഒക്കെ തന്നെയാണ്. പിന്നെ വല്ല നട്ടോ ബോൾട്ടോ പെയിന്റോ ഒക്കെ തന്നെ ആയിരിക്കും പാകിസ്ഥാനിൽ നിർമ്മിക്കുന്നതും. അസംബ്ലിംഗ് യൂണിറ്റ് മാത്രമേ ഉള്ളൂ പാകിസ്ഥാൻ. അപ്പം അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ട്. അപ്പം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനെ പോലെ ഒരു രാജ്യമായി മാറാൻ സാധിക്കത്തില്ല. കാരണം ചൈനയൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ ഈ പറഞ്ഞ തന്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതിരോധ മേഖലയൊക്കെ തന്നെ സ്പേസിൻ്റെ കാര്യത്തിലായാലും ശരി നമുക്ക് സൂക്ഷ്മതയോടുകൂടിയും വളരെ ശ്രദ്ധയോടും കൂടി ഈ മേഖലകളിലൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള ചുവടുവെപ്പുകൾ നമുക്ക് നടത്തേണ്ട ആവശ്യമുണ്ട്. ഇപ്പം നമുക്കറിയാം നമ്മുടെ DRDOയും ISROയും ഒക്കെ തന്നെ ഉം, അവിടെയൊക്കെയുള്ള സയൻറ്റിസ്റ്റും ഒക്കെ തന്നെ ലോകത്തിലെ വളരെ മികവുറ്റ സയൻറ്റിസ്റ്റുകളൊക്കെ തന്നെയാണ്. ഇപ്പം ഡോക്ടർ അബ്ദുൽ കലാം സാർ അതുപോലുള്ള ഒത്തിരി നമുക്കറിയാം നമ്മൾ പേരറിയാൻ സാധിക്കാത്തതും പേരറിയാൻ കഴിയുന്നതായിട്ടുള്ള ഒത്തിരി ബ്രെയിൻസ് നമുക്കുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് എല്ലാം തന്നെ ഇപ്പോഴും ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെയാണ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതുപോലുള്ള വെപ്പൺ സിസ്റ്റം ഇനിയും കൂടുതൽ നമുക്ക് മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യം എന്നൊരു സ്റ്റേറ്റസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്റർനാഷണൽ മീഡിയാസ്, കാരണം ഇതൊക്കെ ലോകത്തെ അറിയിക്കേണ്ടവരാണ് ശരിക്കും പറഞ്ഞാൽ മീഡിയാസാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലുള്ള മീഡിയാസിന് അത് സാധ്യമാകുന്നില്ല. പൊതുവെ ഇന്റർനാഷണൽ മീഡിയാസ് മൊത്തം നമുക്കറിയാം ഇന്ത്യ ഏത് സമയത്തും ഇന്ത്യ എത്ര മെച്ചപ്പെട്ട ഒരു രാജ്യമാണെങ്കിൽ തന്നെയും ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ പൊളിറ്റിക്സിനെ കുറിച്ചല്ല പറയുന്നത്. അത് നമുക്ക് പേരുദോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സിസ്റ്റം ഒക്കെ തന്നെ. പൊളിറ്റിക്സും പൊളിറ്റിക്കൽ സിസ്റ്റം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള മേഖലകളിലൊക്കെ തന്നെ ഇന്ത്യ വളരെ എന്താണ് പറയുന്നത് ഇൻക്രെഡിബിൾ ആയിട്ടുള്ള റിസൾട്ട്സും അല്ലെങ്കിൽ അച്ചീവ്മെൻറ്റ്സും നമ്മൾ നേടിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ലോകത്തെ അറിയിക്കാൻ ഒരു പത്രമാധ്യമങ്ങളും തയ്യാറല്ല. അതുകൊണ്ടാണ് ലോകത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ശക്തി എന്താണെന്ന് ഏഹ്, അറിയാൻ കഴിയാത്തത്. കാരണം അത് ഇപ്പോഴും നമുക്കറിയാം ഈ ലോക മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഇപ്പം ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിലൊരു വിഷയം ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ തീർച്ചയായിട്ടും അത് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാൻ്റെ എന്താണ് പറയുന്നത് ഒരു ഏം, പാകിസ്ഥാന്റെ ഒരു പ്രൊപ്പഗണ്ട മെഷീനായിട്ട് മാത്രമേ ഗ്ലോബൽ പ്രത്യേകിച്ച് നമുക്ക് അറിയാൻ കഴിയുന്ന ഗ്ലോബൽ മീഡിയാസ് ഒക്കെ തന്നെ അവര് ആക്ട് ചെയ്യുന്നത്. ഇപ്പം യുദ്ധസമയത്തും ഓപ്പറേഷൻ സിന്ദൂർ സമയത്തും നമ്മൾ കണ്ടതാണ്. ഇപ്പം അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രിട്ടീഷ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്ലോബൽ മീഡിയാസ് ഒക്കെ തന്നെ ഇന്ത്യ വിരുദ്ധ അല്ലെങ്കിൽ ഇന്ത്യക്ക് പിന്നെ ഇന്ത്യയെ താറടിച്ച് കാണിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെയാണ് അവർ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെ തന്നെ ഇനിഷ്യൽ ടൈമിൽ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഇനിഷ്യൽ ടൈമിൽ അങ്ങനെയാണല്ലോ നമ്മുടെ ഒത്തിരി ഫൈറ്റർ പ്ലെയിൻ പാകിസ്ഥാൻ അടിച്ചിട്ടു എന്നൊക്കെ പറഞ്ഞ ഈ ഫേക്ക് ആയിട്ടുള്ള ന്യൂസുകൾ ലോകം മൊത്തം. പിന്നെ ചൈനയുടെ സപ്പോർട്ടുണ്ട്, ടർക്കിയുണ്ട്, ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ ഗ്ലോബൽ മീഡിയയുടെ രംഗത്തൊന്നും ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ടുള്ള ആരുമില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ അച്ചീവ്മെൻറ്റ്സ് ലോകം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ പോകുന്നത് എന്നുള്ള ഒരു ദുഃഖസത്യം കൂടെ. പക്ഷേ എന്നിരുന്നാൽ തന്നെയും അതൊന്നും നമുക്ക് വിഷയമല്ല. നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പല മേഖലകളിലും കൃത്യമായിട്ടുള്ള ചുവടുവയ്പ്പുകളോടുകൂടി നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു അടുത്തൊരു ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞ പിനാക ബേബി ബ്രഹ്മോസ് എന്ന് അറിയപ്പെടുന്ന പിനാക റോക്കറ്റ് സിസ്റ്റം ഫ്രാൻസിനെ പോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു യൂറോപ്യൻ രാജ്യം വാങ്ങിക്കുവാൻ തയ്യാറാകുന്നു എന്നുള്ള ഒരു വാർത്ത. അത് ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് അഭിമാന നൽകുന്നൊരു കാര്യമാണ്. ഇനിയും യൂറോപ്പിലുള്ള മറ്റു പല രാജ്യങ്ങളും ജർമ്മനി, ബ്രിട്ടൻ, സ്പെയിന് ഇല്ല ഇതുപോലുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ വരട്ടെ ഇന്ത്യയിൽ നിന്ന് ആയുധം വാങ്ങിക്കാൻ. ഇതുവരെ ലോകത്തുണ്ടായിട്ടുന്ന ആ ട്രെൻഡിനെ റിവേഴ്സൽ ഉണ്ടാകട്ടെ എന്ന് നമുക്ക്
ആഗ്രഹിച്ചുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ടോപ്പിക്കൂടെ സ്റ്റോപ്പ് ചെയ്യുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.